നമസ്കാരം. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെ സാമൂഹ്യ മാധ്യമത്തിൽ വ്യക്തിഹത്യ നടത്താനും ഭീഷണിപ്പെടുത്താനും നടി മീനു മുനീർ ശ്രമിച്ചെന്ന് എഫ്ഐആറിൽ. കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസ് ഇന്നലെ മിനു മുനീറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. മിനു മുനീറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 13-നും 14-നും രണ്ടാം പ്രതിയായ സംഗീത് ലൂയിസ് ബാലചന്ദ്ര മേനോനെ മൊബൈലിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അതിനൊപ്പം ഒന്നാം പ്രതിയായ മീനു മുനീർ ഫേസ്ബുക്ക് റീലുകൾ വഴി പരാതിക്കാരനായ ബാലചന്ദ്ര മേനോനെതിരെ മനുഷ്യ മനസ്സുകളിൽ അധമവികാരം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള അഭിമുഖങ്ങൾ തുടർച്ചയായി നൽകി. ബാലചന്ദ്ര മേനോന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അശ്ലീല കമന്റുകൾ ഇടുന്നതിന് വഴിയൊരുക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 381(2), IT നിയമത്തിലെ 67(67)A, കേരള പോലീസ് നിയമത്തിലെ 120(O) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലുകളുടെ ഭാഗമായി നടനും MLA-യുമായ മുകേഷ്, സിദ്ദിഖ്, ജയസൂര്യ, ഇടവേള ബാബു അടക്കമുള്ളവർക്ക് നേരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ബാലചന്ദ്ര മേനോൻ ലൈംഗിക അതിക്രമം നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു മിനു മുനീർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി ബാലചന്ദ്ര മേനോൻ സമീപിച്ചപ്പോൾ ആണുങ്ങൾക്കും അന്തസ്സുണ്ടെന്ന് ഹൈക്കോടതി പ്രതികരിക്കുകയും ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. നടിയും അഭിഭാഷകനും ചേർന്ന് തന്നെയും ഭാര്യയും വിളിച്ച് പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പണം തട്ടാനുള്ള ശ്രമമാണെന്ന് തങ്ങൾക്ക് മനസ്സിലായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കെതിരെ ബാലചന്ദ്ര മേനോനും പോലീസിനെ സമീപിച്ചു. ഈ കേസിലാണ് ഇപ്പോൾ മിനു മുനീറിന്റെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ബാലചന്ദ്ര മേനോനെതിരെ മിനു മുനീർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടർന്ന് നടി നൽകിയ ലൈംഗിക അതിക്രമ കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പരാതിക്കാരിയായ നടിക്ക് കോടതി നോട്ടീസ് നൽകി. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അപകീർത്തി പരാതിയുമായി രംഗത്ത് വന്ന നടിക്കെതിരെ ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസും ഇവർക്കെതിരെ ചുമത്തിയിരുന്നു. പരാതി ഉന്നയിച്ച് കേസ് നൽകിയ ശേഷം പണം വാഗ്ദാനം ചെയ്തതുൾപ്പെടെ ഒത്തുതീർപ്പിനായി ചർച്ചകൾക്കായി വ്യക്തികളിൽ നിന്ന് ഒന്നിലധികം കോളുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മീനു അവകാശപ്പെട്ടിരുന്നു.